ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഫെനിയാണോ ഇന്നലെ ഈ പെട്ടി കൊണ്ടെന്നു പറഞ്ഞത്? അതിൽ ഈ ഡ്രസ്സാ എന്തായിരുന്നു? നിങ്ങൾക്ക് അറിയില്ലേ ഇത്ര വിഷമത്തോടെ ചോദിക്കുന്ന റിപ്പോർട്ടർ ചാനലിന് അറിഞ്ഞൂടെ ഡ്രസ്സായിരുന്നോ അല്ലയോ എന്നുള്ളത്? പറഞ്ഞിട്ടില്ല. ഡ്രസ്സ് അല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ചുമ്മാ ഒന്നും അറിയാത്ത പോലെ ചോദിക്കാതെ. ഞാനത് ചോദിക്കരുതായിരുന്നു. നിങ്ങൾക്ക് ആത്മാഭിമാനം ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് മര്യാദക്ക് ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കള്ളപ്പണം മേടിച്ചിട്ട് ഒളിപ്പിച്ചു വെക്കാൻ കൂട്ടുന്നവരാണോ? നിങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? നിങ്ങൾക്കും പങ്കുണ്ടെന്നാ പറഞ്ഞത്. നിങ്ങളത് ഒളിപ്പിക്കാൻ കൂട്ടുനിന്നാ പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ. ഏത് മാധ്യമ പ്രവർത്തകനാ പങ്കുള്ളത്? നിങ്ങൾ എന്താ തിരിച്ചു ചോദിക്കാത്ത? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. 2:45 വന്ന RDOയും 2:45 വന്ന ADMും എങ്ങനെ ഇതിന് സാക്ഷികളായിട്ട് ഒപ്പിട്ട് കൊടുത്തു? നിങ്ങൾ ചോദിച്ചോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അല്ല, ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ വേറെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണോ മറ്റേത് ചോദിക്കാൻ? നിങ്ങൾ ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും? അവിടെ സെർച്ചിന്റെ സമയത്ത് ഇല്ലാതിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നതിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്യാതെ പോലീസ് അവിടെ വന്നതിനെ പറ്റി നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ട്രേഡ് നാടകത്തിന്റെ പ്രോട്ടോകോളിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? വനിതാ പോലീസുകാര് പെട്ടി അവിടെ നിൽക്കട്ടെ, അതിൽ ഡ്രസ്സല്ലേ ഉള്ളൂ, ഇങ്ങനെ കൺസേൺഡ് ആവണ്ട. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അതെന്താ ചെയ്യേണ്ടത്? പിന്നെ പെട്ടി അവിടെ കുഴിച്ചിടണോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ആ പെട്ടിയിലെ ഡ്രസ്സും കൊണ്ടാ ഞാൻ ആ ഹോട്ടലിൽ ചെക്ക് ചെയ്യുന്നൊക്കെ ആള് പറഞ്ഞതല്ലേ. ഇത്ര ഞാൻ പറഞ്ഞേ തന്നെ. അയ്യോ, ഇനിയൊരു കാര്യം ചെയ്യാം, പെട്ടിയും കൊണ്ട് വന്ന ഒരു 3.5 മണിക്കൂറെങ്കിലും അവിടെ നിൽക്കണം എന്നൊരു നിയമം നമുക്ക് പാസ്സാക്കാം. ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന അവനവന്റെ ഡ്രസ് ഇട്ട് പെട്ടി ഇനി കേരളത്തിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് കൊണ്ടോട്ടെ എന്ന് നിങ്ങളോടൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുപോവാ. അതല്ല ഉദ്ദേശം. എന്ത് ഞാൻ എനിക്ക് ഒരു സെക്കൻഡ്, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. എന്താ അറിയോ? എനിക്ക് പ്രയാസമുണ്ട്. നിങ്ങൾക്ക് വരെ പങ്കുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടും അതിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അതാണ് അതല്ല എന്നുള്ളത് അതാണ്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് 2 പേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഇനി ഫെന്നി വരുമ്പോ പെട്ടി എപ്പോ കൊണ്ടുവരണം, ഫെന്നി പെട്ടി എപ്പോ എടുക്കണം, ഫെന്നി പെട്ടി എത്ര നേരം അവിടെ വെക്കണം, ഇതൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എന്താ അറിയോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ ദുരൂഹത ലൈവാക്കി നിർത്തണം. അതിനെ നിങ്ങൾക്കും താല്പര്യമുള്ളൂ. നിങ്ങളെപ്പോലും അടച്ചാക്ഷേപിച്ചിട്ട് ഇതിനൊരു ആർജവത്തോടെ തിരിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാഴ്ചകളെല്ലാം കണ്ട മാധ്യമ പ്രവർത്തകരോട് ദുരൂഹതകളും കൗതുകങ്ങളും അതിൻ്റെ പിന്നാലെയുള്ള സാധ്യതകളും തേടുന്നതിന് പകരം യാഥാർത്ഥ്യങ്ങൾ, കൺമുന്നിൽ കണ്ട യാഥാർത്ഥ്യങ്ങളെ വാർത്തയാക്കാൻ തയ്യാറാവണം. 100% ഞാൻ യോജിക്കുന്നു. ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ദയവ് ചെയ്ത് നിങ്ങൾക്കും അതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞതിനെതിരെ അതിലൊന്നും പ്രതികരിക്കാൻ തയ്യാറാവണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇതേതാണ്ട് എലിക്കണിയിൽ സുനവെട്ടതുപോലെ സുനവെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. നിങ്ങൾക്കും പങ്കുണ്ടെന്ന് പറഞ്ഞ BJPയുടെയും CPMന്റെയും നേതാക്കന്മാർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇപ്പൊ എന്താ ഉണ്ടായേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ. മാലിനിയുടെ തീരം